So hey guys, welcome back to my channel. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വാട്സപ്പ് യൂസറാണ്. ഈയിടെയായിട്ട് എല്ലാവർക്കും വാട്സപ്പിനകത്ത് പോപ്പപ്പ് ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഒരു ഇത് വരുന്നുണ്ട് വാട്സപ്പിനകത്ത്. അപ്പോൾ വാട്സപ്പ് പുതിയ പ്രൈവസി പോളിസി മാറ്റുവാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ 2-3 ദിവസം മുമ്പ് ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പല യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോസ് ഇട്ടത്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ഇടുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോക്കകത്തായിരുന്നു ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്സപ്പ് പ്രൈവസി പോളിസിയെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വന്നായിരിക്കും വാട്സപ്പിനകത്ത്. ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് അഗ്രിയും നോട്ട് നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ അഗ്രി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നു. നിങ്ങൾക്ക് എന്തായാലും അഗ്രി ചെയ്തേ പറ്റും നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ. ഇപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണ്, പിന്നെ നിങ്ങൾ നോട്ട് നൗ അടിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 8-ാം തീയതി വീണ്ടും കാണിക്കും നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. ആ സമയത്ത് നോട്ട് നൗയുടെ ഓപ്ഷൻ ഒന്നും കാണിക്കത്തില്ല. അഥവാ ആ സമയത്ത് നിങ്ങൾ അഗ്രി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഡീആക്ടിവേറ്റ് ആവും പോകും, അല്ലെങ്കിൽ അത് വർക്ക് ആവത്തില്ല, ആ അക്കൗണ്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും അഗ്രി ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ അവരുടെ പ്രൈവസി പോളിസി അവർ മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഗ്രി ചെയ്തേ പറ്റൂ. അപ്പോൾ സാധാരണ ആരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാറില്ല. ഞാൻ വരെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാറില്ല. ഡയറക്റ്റ് അഗ്രി ചെയ്ത് ചെയ്യുമായിരിക്കും. ഇപ്പോൾ വേറെ ആപ്ലിക്കേഷൻസ് ആയാലും വാട്സപ്പ് തന്നെയല്ല, വേറെ ആപ്ലിക്കേഷൻ ആയാലും ഇതുപോലത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നും വായിച്ച് നോക്കാറില്ല. ഡയറക്റ്റ്ലി അക്സെപ്റ്റ് അല്ലെങ്കിൽ അഗ്രി ആയിരിക്കും ചെയ്യുന്നത്. ചിലവരൊക്കെ ഉള്ളൂ നോട്ട് നൗയുടെ ഓപ്ഷൻ ഞെക്കുന്നത്, അല്ലെങ്കിൽ അവർ അഗ്രി ചെയ്യത്തില്ല. അത് 1000-ൽ ഒരാൾ വല്ലതും ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. മിക്ക ആൾക്കാരും ഇപ്പോൾ അഗ്രി ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ വാട്സപ്പിൻ്റെ ഈ പുതിയ പ്രൈവസി പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുക വെച്ചാൽ നിങ്ങൾക്കറിയാം ഫേസ്ബുക്കും വാട്സപ്പും ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവർ അളിയന്മാർ തന്നെയാണ്. ഫേസ്ബുക്കാണ് വാട്സപ്പിൻ്റെ ഓണർ. അപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്കിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഫേസ്ബുക്കിൻ്റെ പ്രൈവസി ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത്ര നല്ലതൊന്നുമല്ല. അവരുടെ പ്രൈവസിയാണ് ഏറ്റവും വേസ്റ്റ് ഫേസ്ബുക്കിൻ്റെ. വാട്സപ്പൊക്കെ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. ഇപ്പോൾ വാട്സപ്പ് തന്നെ ഫേസ്ബുക്കിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു വാട്സപ്പിൻ്റെ വരുമാനം എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ ഐ ബട്ടണിലും തരാം, നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേഴ്സണലി ആൾക്കാരോട് വല്ല മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ പറയുക ഐഫോൺ 11 വാങ്ങിയാലോ എന്ന് ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് സർഫ് ചെയ്യുമ്പോൾ ഐഫോൺ 11 തന്നെ ആഡ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഫേസ്ബുക്കും വാട്സപ്പും അവരുടെ റവന്യൂ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പുതിയ ഫോൺ വല്ലതും മേടിച്ച് അതിൻ്റെ തന്നെ കവറോ ടെമ്പർഡ് ഗ്ലാസോ ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഫേസ്ബുക്കിനകത്ത് കാണിക്കും ആ ആഡ്സ്. അപ്പോൾ ആ ആഡ്സിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഫേസ്ബുക്കിനും വാട്സപ്പിന് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് അവർ കാശ് ഉണ്ടാക്കുന്നത്. അവർ പേഴ്സണലൈസ്ഡ് ആഡ്സിൽ നിന്നാണ് അവർ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. ഈ പുതിയ പ്രൈവസി പോളിസിക്ക് അത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഫേസ്ബുക്കിന് നമ്മുടെ എല്ലാ ഡേറ്റയും ഇപ്പോൾ അവർക്ക് കൊടുക്കും. നമ്മുടെ കോൺടാക്ട്സ്, ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ ഇപ്പോൾ ഓൺ ആക്കിയില്ലെങ്കിൽ അവർക്ക് നമ്മുടെ IP അഡ്രസ്സ് വഴി അവർക്ക് അറിയാൻ പറ്റും. ഇത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ വാട്സപ്പിനകത്ത് നിങ്ങൾക്കറിയാം അതിനകത്ത് end-to-end എൻക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 യൂസേഴ്സിനെ വായിക്കാൻ പറ്റത്തുള്ളൂ. ആരാ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ആർക്കാ റിസീവ് ചെയ്യുന്നത്, അവർക്ക് ഈ മെസ്സേജസ് ഒക്കെ വായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരാളിപ്പോൾ യൂസറിനോട് വല്ലതും എന്തെങ്കിലും മെസ്സേജ് വല്ലതും സെൻഡ് ചെയ്തതിന് 30 ദിവസം വരെ സെർവറിനകത്ത് ഉണ്ടായിരിക്കും. വാട്സപ്പിൻ്റെ സെർവറിനകത്ത് ആ മെസ്സേജ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് ആ യൂസർ തുറന്നില്ലെങ്കിൽ, ആർക്കാ ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ വാട്സപ്പ് തുറന്നില്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് ആ മെസ്സേജസ് ഡിലീറ്റ് ആവുമെന്നാണ് ഈ പുതിയ പോളിസിക്കകത്തൊക്കെ പറയുന്നത്. ഇനി മുതൽ നമ്മുടെ എല്ലാ ഡേറ്റാസൊക്കെ ഗ്ലോബലി ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. US-ലായിരിക്കും നമ്മുടെ ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സെക്യൂർ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ US-ൽ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെക്യൂർ അല്ല എന്നല്ല, സെക്യൂർ തന്നെയാണ്. അപ്പോൾ ഇത് കാരണം ഡേറ്റ ബ്രീച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഈ ഡേറ്റ ബ്രീച്ചിങ് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഇത് ഈ റീസൺസ് എല്ലാം കാരണം വേറെ ആൾ വല്ലതും വായിക്കുകയോ ഹാക്ക് ചെയ്യുകയോ ഇതുപോലത്തെ പല ഇഷ്യൂസ് ഒക്കെ നടക്കാറുണ്ട്. ഡേറ്റ ബ്രീച്ചിങ് ഇത് കാരണം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മുതൽ വാട്സപ്പ് നമ്മുടെ എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ഫോണിൽ കൂടെയാണ് ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്നത്, ആ വാട്സപ്പിൻ്റെ ആപ്പിന് എത്ര അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഏത് വെർഷനിലാണ് ഇപ്പോൾ ഓടുന്നത്, നമ്മുടെ ഫോണിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്രയാണ്, ആൻഡ്രോയിഡ് 9 ആണോ 10 ആണോ 11 ആണോ iOS ആണോ എല്ലാം അവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് എത്രയാണ്, 5G ആണോ 4G ആണോ, ഫുൾ അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ലെവൽ എത്രയാണ് ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫോണിനെ കുറിച്ച്, നമ്മുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. വാട്സപ്പ് ഇതെല്ലാം ഇനി മുതൽ കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വാട്സപ്പ് വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫേക്ക് മെസ്സേജസ് വല്ലതും ഷെയർ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുമോ, എന്തെങ്കിലും അൺവാണ്ടഡ് കാര്യങ്ങൾ വല്ലതും ചെയ്യുവാണോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ചിലപ്പോൾ ബാൻ ആയിരിക്കും. അവരൊന്നും പറയത്ത് പോലും ഇല്ല എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങളുടെ വാട്സപ്പ് ബാൻ ആയത്, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയത്. അവരൊന്നും പറയത്തില്ല. അവർ ഡയറക്റ്റ്ലി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ
ബാൻ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഇതും വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫേക്ക് മെസ്സേജസ് എല്ലാം ഷെയർ ചെയ്യുമോ, നമ്മുടെ ഇന്ത്യയെക്കുറിച്ചെല്ലാം ഷെയർ ചെയ്യുമോ, എന്തെങ്കിലും മോദിയെക്കുറിച്ച് ഇതുപോലത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും മെസ്സേജസ് ഉണ്ടായിരിക്കും, ഫേക്ക് മെസ്സേജസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ എല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ചിലപ്പോൾ ബാൻ ആവാൻ സാധ്യത ഉണ്ടെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അവർ റീസൺ പോലും പറയത്തില്ല എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ വാട്സപ്പ് നമ്മുടെ എല്ലാ ഡേറ്റാസും ഫേസ്ബുക്കിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞിട്ടുണ്ട് അവർ ഇനി മുതൽ ഡേറ്റാസ് വേറെ തേർഡ് പാർട്ടി കമ്പനീസിനോ അവർ തേർഡ് പാർട്ടി ആഡ്സ് നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നും തരാനൊന്നും പോകുന്നില്ല. അതുപോലത്തെ കാര്യങ്ങളൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ വാട്സപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ മിക്കുള്ള ഡേറ്റാസ് ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പോകുന്നു. കോൺടാക്ട്സ്, ലൊക്കേഷൻ, IP അഡ്രസ്സ്, എവിടെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ കറൻ്റ്ലി എവിടെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറീസൊക്കെ ഇടാറുണ്ട്, പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് നമ്മൾ ഇടാറുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താണ്, ഈ ലൊക്കേഷനാണൊക്കെ പറയാറുണ്ട്. ഇത് കാരണമൊക്കെ വാട്സപ്പിന് അറിയാനൊക്കെ പറ്റും നമ്മൾ എവിടെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സേഫായിട്ട് തോന്നിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കോഡിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ചില കൂട്ടുകാരോടൊക്കെ ഡിസ്കോഡിൽ തന്നെ ചാറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും ഇപ്പോഴും വാട്സപ്പിൽ തന്നെയാണ്. അവർ വാട്സപ്പിൽ നിന്ന് ഇപ്പോഴും പുറത്തോട്ടൊന്നും വരത്തില്ല. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, ടെലിഗ്രാം ആയാലോ ഡിസ്കോഡ് ആയാലോ. ഇപ്പോൾ iOS യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കൂട്ടുകാരുണ്ടായിരിക്കും, അവർ iPhone തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് iMessage യൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര സേഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സേഫ് മെസ്സേജിങ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഡിസ്കോഡ്, ടെലിഗ്രാം ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാം. അതും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് വാട്സപ്പ് പ്രൈവസി 2021. അപ്പോൾ നിങ്ങൾ ഇതുവരെ നോട്ട് നൗ അടിച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 8 അവർ വീണ്ടും ചോദിക്കും അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആ സമയത്ത് അഗ്രിയുടെ ഓപ്ഷൻ ഉള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അഗ്രി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും അഗ്രി ചെയ്യുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ആയാലോ, കോളേജ് ഗ്രൂപ്പ് ആയാലോ, ഓഫീസ് ഗ്രൂപ്പോ, ജിം ഗ്രൂപ്പോ, ഏതെങ്കിലും ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിനൊക്കെ ഇപ്പോൾ എല്ലാവരും വാട്സപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും അഗ്രി ചെയ്യുമായിരിക്കും. ഇതൊരു ട്രാപ്പ് തന്നെ ആയിട്ടുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക് നമ്മളെല്ലാവരും ട്രാപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇതിനകത്ത്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.